സാർ ഇപ്പം പി വി അൻവർ എന്ന് പറയുന്ന MLA ഈ ആരോപണങ്ങളുടെ എല്ലാം കാറ്റ് അല്ലേ ഈ വലിയൊരു പ്രകോപനം സൃഷ്ടിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പല ഫോണുകളും ചോർത്തിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഫോൺ ചോർത്താൻ ഒരു MLAക്ക് സാധിക്കുമോ? അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ MLAക്കെതിരെ കേസെടുക്കണം. അപ്പോൾ നേരിട്ട് ഇനി MLAയും ഗവർണറും തമ്മിലാവുമോ യുദ്ധം? ആ രീതിയിലേക്കാണ് വരുന്നത്. വാസ്തവത്തിൽ ബാക്കി പ്രശ്നങ്ങളൊക്കെ പിണറായി വിജയൻ ഒരു വിധമൊക്കെ പരിഹരിച്ചതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷികളിൽ നിന്ന് തന്നെ നന്നായിട്ട് പ്രശ്നങ്ങളുണ്ട്. അതായത് LDFൻ്റെ മീറ്റിങ്ങിലൊക്കെ എല്ലാവരും ചെറിയ തോതിൽ ഈ അജിത് കുമാറിൻ്റെ പ്രശ്നം അവതരിപ്പിച്ചു. മാത്രമല്ല LDFൻ്റെ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് NCP RJDയും കൂടി, RJD കേരളത്തിൽ വളരെ ഇതാണ്, അപ്പോൾ അവർ രണ്ടു കൂട്ടരും NCP RJDയും കൂടി ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ട് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തായിരുന്നു. അതിന് വേണ്ടിയിട്ട് പത്രപ്രവർത്തകരെ കണ്ടായിരുന്നു ഇതിന് മുമ്പ് തന്നെ, LDF മീറ്റിങ്ങിന് മുമ്പ് തന്നെ. പിന്നെ LDFൽ ഘടകകക്ഷികളെല്ലാവരും, അതായത് CPI, JDU, NCP, RJD, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പറയാൻ സമയം പിടിക്കുക അത്ര. അപ്പോൾ ഇവരെ എല്ലാവരും കൂടി ആവശ്യപ്പെട്ട അവരുടെയൊക്കെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ADGPനെ മാറ്റി നിർത്തി അന്വേഷിക്കണം. അപ്പോൾ അതിന് ചില താത്വിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നടപടിക്രമങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ. പക്ഷേ ഇതിനിടയ്ക്ക് ഈ അൻവറും ബാക്കിയുള്ളവരുമായിട്ടുള്ള ബലാബലം നടക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ പുതിയൊരു ഫൈറ്റ് തുടങ്ങുകയാണ്. അതായത് ഇതിൽ നമ്മുടെ ഗവർണർ നേരിട്ട് ഒരു ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. അതായത് നമുക്കറിയാമല്ലോ, എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതിൽ പ്രതിപക്ഷം കാര്യമായിട്ട് അവർ ആക്റ്റീവായിട്ടൊന്നും ചെറുതായിട്ട് ഇറങ്ങാറില്ല. അവർ കുറച്ച് ഈ ജലപീരങ്കിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പ്രശ്നം തീരും. പക്ഷേ SFI ആയിട്ട് LDF ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നത് നമ്മുടെ ഗവർണറാണ്, SFIക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ഗവർണർക്ക് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് തന്നെയല്ല, പ്രവർത്തനത്തിനൊരു പദ്ധതിയുണ്ട് അദ്ദേഹത്തിന്. ഈ കാര്യത്തിലും ഇപ്പോൾ അൻവറിൻ്റെ പ്രശ്നത്തിലും അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൊടുങ്കാറ്റിലും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു സമീപനമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഈ ഫോൺ ചോർത്തലിനെ പറ്റി കേട്ടല്ലോ. ഫോൺ ചോർത്തൽ കേട്ട് കഴിഞ്ഞിട്ട് അത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ചോർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു എന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ടെററിസ്റ്റുകളെയും മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തുന്നത്. അതിന് പകരം അൻവർ മന്ത്രിമാരുടെയും മറ്റും ഫോൺ ചോർത്താൻ ഇത് ഉപയോഗിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ടെലിഫോണിൻ്റെ കാര്യത്തിൽ ഉള്ള സാഹചര്യം. പിന്നെ അൻവർ വേറൊരു ടെലിഫോണിക് കോൺവെർസേഷൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് നമ്മൾ എല്ലാവരും കേട്ടായിരുന്നു. അതിൽ മലപ്പുറം SP സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഈ നമ്മുടെ ഗവർണർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി അതേപോലെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ ഈ കാര്യങ്ങളിൽ സുപ്രീം കോടതി ഉത്തരവുകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇങ്ങനെ തോന്നിവാസം കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്താണ് ഒരു സ്റ്റാൻഡുള്ളത്, എന്ത് നടപടികൾ സ്വീകരിച്ചു, അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് തരണം എന്നാണ് ഇപ്പോൾ നമ്മുടെ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ BJPയുടെയും ഭരണകക്ഷിയുടെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഒരു നല്ല ശക്തനായ തേരാളിയാണ് നമ്മുടെ ഗവർണർ. ഇവിടുത്തെ പല അഴിമതികളും കുഴപ്പങ്ങളും ഒക്കെ ബാക്കി പ്രതിപക്ഷമൊന്നും മിണ്ടാതിരിക്കുമ്പോഴും ശക്തമായിട്ട് ഉയർത്തിയിരുന്ന ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹം ഒരു ഫൈറ്റർ, ഒരു പോരാളിയാണ്. അദ്ദേഹം എന്തെങ്കിലും കാര്യം കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ആളല്ല. അദ്ദേഹം റോഡിൽ വരെ ഇരുന്നായിരുന്നു. SFI പഠിച്ച പണി 18 നോക്കിയായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ തല്ലി ഓടിക്കണ പോലെ ഓടിക്കാനായിട്ട്. അതൊന്നും നടന്നില്ല. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഫൈറ്ററാണ്, പോരാളിയാണ് ആൾ. അദ്ദേഹം അതനുസരിച്ച് ഈ കാര്യത്തിലും ഈ ടെലിഫോൺ ചോർത്തുന്ന കാര്യത്തിൽ, അത് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് അവരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുള്ള സാഹചര്യത്തിൽ, സുപ്രീം കോടതിയുടെ ഓർഡറുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ അനുവദിക്കുന്നു, എന്തുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് ഇപ്പോൾ
ഗവർണർ ചോദിച്ചിരിക്കുകയാണ്. അത് തന്നെയല്ല, ഗവർണർ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം ഈ CPM-ലെ നേതാക്കളെല്ലാം ഗവർണർക്ക് എതിരായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പം അൻവറിനെ ഒന്ന് പൂട്ടാൻ വേണമെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കാം എന്നൊരു നിലപാടായിരിക്കില്ലേ CPM-ന്റെ നേതാക്കൾ? പക്ഷേ CPM ഇപ്പോൾ TP രാമകൃഷ്ണനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടാൻ ധൈര്യമുള്ള ആൾ ഇപ്പോൾ TP രാമകൃഷ്ണനൊക്കെ കൺവീനറൊക്കെ ആയല്ലോ. പക്ഷേ TP രാമകൃഷ്ണനും മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നത്. പിന്നെ വേറെ ആരും അത്ര സപ്പോർട്ട് പറയുന്നില്ല. ബാക്കി മാർക്സിസ്റ്റ് CPM-ലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ സമീപനത്തോടെതിരാണ്. അജിത് കുമാറിനെ മാറ്റാൻ താല്പര്യമുള്ളവരാണ്. ഇപ്പോൾ P ശശിയുടെയും അജിത് കുമാറിൻ്റെ ഒരു കളിയാണ് നടക്കുന്നത്, MR അജിത് കുമാറിൻ്റെ. ഈ കളിയിൽ പൊതുവിൽ CPM-ൽ ആൾക്കാർക്ക് താല്പര്യമില്ല. മാത്രമല്ല, എന്തെങ്കിലും ഒരു പോലീസ് വഴി എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ ബാക്കി മാർക്സിസ്റ്റുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ മാർക്സിസ്റ്റുകാർ നമുക്കറിയാമല്ലോ, സെൽഭരണത്തിലൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതാണ് നിയമം എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. അപ്പോൾ അതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് P ശശിയും MR അജിത് കുമാറും കൂടിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു അനുമതി ഇല്ലാതെ ഒരു കാര്യവും പ്രാദേശിക നേതാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെയല്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ശ്രമിച്ച് അല്ലെങ്കിൽ കത്തുകൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ P ശശിയുടെ കയ്യിൽ വരെ എത്തും. അപ്പോൾ അൻവർ പറയണത് P ശശിനെ വിളിക്കുന്ന പേര് ബാരിക്കേഡ് എന്നാണ്. ബാരിക്കേഡിൽ തട്ടി താഴെ പോടുന്നു പറഞ്ഞോണം. ഈ എന്ത് കത്ത് കൊടുത്താലും കത്തൊക്കെ അവിടെ താഴെ പോവുകയുള്ളൂ, മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഗവർണറും ഇതിൽ കൂടി ചേർന്നതോടുകൂടി ആകെ സ്വതവേ ദുർബല കൂടെ എന്തും കൂടി ആയെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സാധാരണ രീതിയിൽ ഈ ടെലികോം കമ്പനികൾക്കൊക്കെ നേരത്തെ റിക്വസ്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവി തലത്തിലുള്ള ആളുകൾ കൊടുത്താൽ മാത്രമേ ഈ ഫോൺ ഒന്ന് ചോർത്തിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അതെന്തെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യമോ രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ പക്ഷേ ഇവിടെ അൻവർ ചെയ്തേക്കുന്നത് ഫോൺ ചോർത്തി എന്ന് പറയുമ്പോൾ അൻവർ എങ്ങനെ പോലീസ് സംവിധാനം ഉപയോഗിച്ചോ, അതല്ലെങ്കിൽ അൻവർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ, അവിടുന്ന് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? നേരത്തെയും ഇത്ര ഫോൺ ചോർത്തലുമായുള്ള ആരോപണങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിട്ടുള്ളൂ. അതായത് ഈ ഭീകരപ്രവർത്തകരെയും അതേപോലെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കാനും അതിനെപ്പറ്റി അന്വേഷണം നടത്താനായിട്ട് ഈ ഫോൺ ചോർത്തുന്ന ഒരു ഏർപ്പാട്, എസ്പെഷ്യലി ഇൻ ദി നാഷണൽ ഇൻട്രസ്റ്റ് ഫോർ നാഷണൽ സെക്യൂരിറ്റി, അങ്ങനെ അതിന് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ചില പ്രത്യേക സോഫ്റ്റ്വെയറുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. വെറുതെ പോയിട്ട് എല്ലാവരുടെയും പേരിൽ ഉപയോഗിക്കാൻ പാടില്ല. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ഒന്നും ഇത് ചോർത്തുന്നതിനെതിരെ സുപ്രീം കോടതിയുടെ ഈ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കവച്ചു വച്ചിട്ടാണ്, ഇതിനെയൊക്കെ അവഗണിച്ചിട്ടാണ് ഈ പറയുന്ന അൻവർ ഇതിന് സാധിച്ചത്. കാരണം അൻവറിന് പലയിടത്തും പിടിപാടുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട്. പണം എല്ലാവർക്കും ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പണവും അതേപോലെ കോണ്ടാക്റ്റും ഉപയോഗിച്ചിട്ട് ഇല്ലീഗലായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എവറിത്തിങ് ഹി ഹാസ് ഡൺ ഈസ് ഇല്ലീഗൽ. പുള്ളിക്കാരൻ അങ്ങനെ ഒരു നിയമത്തെ ബ്രേക്കിംഗ് ലോ ഈസ് ഹിസ് നേച്ചർ, അത് വെരി മച്ച് ഇൻ ഹിസ് നേച്ചർ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഫോൺ ചോർത്തുന്നു എന്നൊക്കെ ധൈര്യമായിട്ടൊരു MLA തുറന്നു പറയണമെങ്കിൽ ഈ MLAക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാവില്ലേ? ഒരു ശക്തി കേന്ദ്രം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുള്ളൂ. MLAക്ക് നല്ല ശക്തി കേന്ദ്രങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ CPM പറയാൻ, അല്ലെങ്കിൽ പിണറായി വിജയനെ ഒന്ന് പേടിപ്പിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെ കൊടുക്കാനുള്ള ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കും. പിന്നെ വേറൊരു പ്രശ്നം, ഇദ്ദേഹത്തെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പുറത്താക്കിയെന്ന് വിചാരിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയും അൻവറായിട്ടൊരു ബന്ധമില്ലാതെ ഇലക്ഷൻ ഇപ്പം അങ്ങനെ കൂടിയെന്നല്ലാതെ വേറെ മാർക്സിസം ഒന്നും അദ്ദേഹം സഹയാത്രി എന്നോ ടിക്കറ്റ് എടുക്കാത്ത യാത്രികൻ എന്നെന്തെങ്കിലും പറയാം, അതൊക്കെയാണ്. പക്ഷേ ഇലക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു, കൂടി എന്നല്ലാതെ മാർക്സിസമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പുറത്താക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ ദർ ഈസ് നത്തിങ് ഇൻ ദാറ്റ്, കാരണം ഹീസ് നോട്ട് എ മാർക്സിസ്റ്റ്, സ്വതന്ത്ര കാൻഡിഡേറ്റ്. അപ്പോൾ ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഏതോ വിഭാഗങ്ങൾ തയ്യാറായി നിൽപ്പുണ്ട്. അത് കണ്ടിട്ടും അതിൻ്റെ ധൈര്യത്തുമ്മയാണ് ഇദ്ദേഹം അത് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത്രയും രേഖകളും കാര്യങ്ങളും കണ്ടുപിടിച്ച് ഇത്രയും പുലിവാല് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുറേയും കൂടി കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഇൻക്ലൂഡിങ് ദി ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തെയും പെടുത്താവുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കും. മാത്രമല്ല
ഇനിയിപ്പോൾ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ച് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വേറെ ചിലർ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായിട്ട് വേറെ ശക്തന്മാർ നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഫോൺ ചോർത്തൽ രാജ്യത്തിൻ്റെ ഒരു സംരക്ഷണം അല്ലെ ഇത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളൊന്നും നടത്താത്ത ഒരാൾക്കെതിരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അൻവർ ചെയ്തത്. ഇത് ഗവർണർ കണ്ടെത്തുന്നു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു ചുമതലയുള്ള ഗവർണർ ഇത് സംബന്ധിച്ചുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിലേക്ക് പോലും ഇത് എത്തിപ്പെടാമല്ലോ. ദേശീയ അന്വേഷണ ഏജൻസി എത്തിപ്പെടാം. കാരണം വേലിയിലിരുന്ന് പാമ്പിനെ പിടിച്ച പോലെ ആകും അവസാനം. ഗവർണറും കൂടി ഇടപെട്ട് കഴിയുമ്പോഴേ ഇത് അൻവറിനും പ്രശ്നമാവും. ആസച്ച് പൊളിറ്റിക്കലി പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെ പെടുത്താനുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കും. അതേപോലെ ബാക്കി പൊളിറ്റീഷ്യൻസായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ടാക്കിൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി അദ്ദേഹത്തെ പുറത്തായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് ചേക്കേറാനായിട്ട് വേറെ എന്തെങ്കിലും ഉറപ്പുണ്ട്. അല്ലാതെ ഇത്രയും വലിയ സ്റ്റെപ്സ് ഒന്നും ആരും വെറുതെ എടുക്കില്ല. പിന്നെ അദ്ദേഹത്തിന് ഉടനെ സഹായിക്കാനായിട്ട് നമ്മുടെ എന്താണ് റസാഖ് കരാട്ട് റസാഖ് ഉണ്ട്, ജലീലുണ്ട്. അവരൊക്കെ നല്ല പഠിച്ച കില്ലാടിമാരാണല്ലോ, അഭ്യാസങ്ങൾ അറിയാവുന്നവരാണ്. ഇവരുടെ എല്ലാവരുടെയും അഭ്യാസം കൂടെ കണക്കിലെടുത്തിട്ടും അതുകൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് ഇദ്ദേഹം ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. അത് വെറുതെ ഇറങ്ങിയതല്ല കേട്ടോ, പ്ലാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഗവർണർ കടത്തിലേക്ക് ഇറങ്ങിയത് രണ്ടും കൽപ്പിച്ചാണെന്ന് പറയാം. ഇപ്പം ഈ ഗവർണറുടെ വരവ് ചിലപ്പോൾ അൻവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബാക്കിയുള്ളതൊക്കെ പുള്ളിയുടെ കാൽക്കുലേഷനിലുണ്ട്. അതൊക്കെ ടാക്കിൾ ചെയ്യാൻ പുള്ളിക്ക് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഈ ഗവർണറുടെ വരവ് വരും. പിന്നെ കേന്ദ്രമൊക്കെ ഇതിലേക്ക് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അൻവർ ചിലപ്പോൾ ഒന്ന് വിഷമിക്കും. നമുക്ക് നോക്കാം.